ഹായ്, ഞങ്ങൾ കന്യാകുമാരി യാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെ കന്യാകുമാരി ദേവിയെ കണ്ടു. ഇനി ഞങ്ങൾ ശുചീന്ദ്രം അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതായത് അമ്മയെ കണ്ടിട്ട് ഇനി അച്ഛനെയും കൂടി കാണാൻ പോവുകയാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്. നല്ല സുന്ദരമായൊരു ഹോട്ടലാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നത് അവരുടെ നല്ല സഹകരണമാണ് അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരെല്ലാം. അപ്പോൾ വണ്ടിയിൽ ആൾക്കാരെല്ലാം കയറിയിരിക്കുകയാണ്. ഞങ്ങളൊരു വണ്ടി വിളിച്ചായിരുന്നു അവിടെ പോകുന്നതിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഒരു 4 കുടുംബം ചേർന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരുമാണിത് ഈ കാണുന്നത്. ഞങ്ങളുടെ കുഞ്ഞമ്മ, എൻ്റെ ഭാര്യ, പിന്നെ ഭാര്യയുടെ അനിയത്തി, കുഞ്ഞമ്മയുടെ മകൾ, കുഞ്ഞമ്മയുടെ മക്കൾ, ഇത് ഞാനാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ആ വണ്ടിയിലെങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ്, സുന്ദരമായ കാഴ്ചകളാണ്. യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് നമ്മൾ വണ്ടിയിലേക്കും ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വൈഫാണ്. വൈഫ് ആൾക്കാരെ വിളിച്ചെല്ലാവരും ടാറ്റ പറയുകയാണ്. എല്ലാവരും ടാറ്റ പറയുകയാണ്. അപ്പോൾ ഓരോരുത്തർ കുഞ്ഞമ്മ അവിടെ ഇരിക്കുന്നു. കുഞ്ഞമ്മയുടെ മോൻ്റെ ഭാര്യ, മോൻ, അത് വൈഫിൻ്റെ അനിയത്തിയുടെ മക്കളാണത്. കുഞ്ഞമ്മയുടെ മോളാണിത്. എൻ്റെ മോളാണ് അപ്പുറത്തിരിക്കുന്നത്. അത് കുഞ്ഞമ്മയുടെ മോൻ, അത് വൈഫിൻ്റെ അനിയത്തി, വൈഫിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ എല്ലാവരും കൂടി സുഖകരമായ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകളാണ്. ഏകദേശം അമ്പലം അടുക്കാറായിരിക്കുകയാണ്. നല്ല സീനറിയാണ്. 2 സൈഡിലും നല്ല മനോഹരമായ സീനറികളാണ്. അങ്ങനെ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ വിശാലമായ ചിറയാണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി വെളിയിൽ നിൽക്കുകയാണ്. അമ്പലത്തിലോട്ട് കയറാനുള്ള, അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ശർക്കര വെച്ചിരിക്കുന്ന ചക്കര, കരിപ്പട്ടി എന്ന് പറയുന്ന സാധനം. ഞങ്ങളിത് വാങ്ങിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇത് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ. കാപ്പിയിട്ടൊക്കെ കുടിക്കുന്നതിന് നല്ല ഇതാണ്. അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. രഥം ഇരിക്കുന്നു. 2 രഥം ഇങ്ങനെ 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. മനോഹരമായ ഗോപുരം. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സുന്ദരമായ കല്ലിൽ തീർത്ത ഗോപുരമാണ് കാണുന്നത്. നല്ല കൊത്തുപണികളാൽ അലങ്കൃതമായ മനോഹരമായ ഒരു അമ്പലമാണ് ശുചീന്ദ്രം അമ്പലം. നിങ്ങൾ കന്യാകുമാരിയിൽ എപ്പോൾ വന്നാലും ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ്. അകത്ത് ക്യാമറയൊന്നും അലൗഡ് അല്ല. എല്ലാവരും ഷർട്ട് ഊരിയിട്ട് വേണം അകത്ത് കയറേണ്ടത്. നല്ല കൊത്തുപണികൾ. ഈ ഇത്രയും ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോ. ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്യണം. അങ്ങനെ അത് സമ്മതിച്ചാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. നല്ല കൊത്തുപണികൾ, നല്ല ചിത്രപ്പണികൾ. ഈ ഓരോ പാറകൾ പിടിച്ച് എങ്ങനെ വെച്ച് ഇതിങ്ങനെ ഈ തൂണോ ഉണ്ടാക്കിയെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ഗോപുരമൊക്കെ ഭയങ്കരമായ നിർമ്മിതിയാണ് കാണുന്നത്. അകത്തൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വെളിയിലുള്ള ഫോട്ടോ. അതുപോലെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഹനുമാൻ സ്വാമി ഇരിപ്പുണ്ട്. ആ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ
നേദിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യത്തിന് വേണ്ടി, ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി, എന്താഗ്രഹം സാധിക്കണോ അതിനു വേണ്ടി നമ്മൾ വെണ്ണ നിവേദിക്കും. അപ്പോൾ വെണ്ണ വാങ്ങി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തിരുമേനി നേദിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് തരും. വെണ്ണ നിവേദ്യം വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവരും രാവിലെയുള്ള കാപ്പി കഴിക്കുകയാണ്. എല്ലാവരും ഭൂരിയും നല്ല സുന്ദരമായ ഫുഡായിരുന്നു. നല്ല കറികളും നല്ല ഭൂരി, നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇനി അടുത്ത മടക്ക യാത്രയ്ക്കുള്ള പരിപാടിയാണ്. നമ്മളുടെ വണ്ടി അവിടെ ദൂരെ കിടപ്പുണ്ട്. ഡ്രൈവറുടെ അടുത്ത് ചെന്നിട്ട് ഡ്രൈവറെ തിരക്കുകയാണ് അവിടെ. അങ്ങനെ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും ഓരോ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.